ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് അമ്മു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഈസി എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റും സവാളയും പിന്നെ ഒരു പകുതി നമ്മുടെ ക്യാപ്സിക്കോയും ആണ്. എല്ലാം കുരുകുനാന്നരിഞ്ഞ് എടുക്കണേ. പിന്നെ ഞാൻ തൽക്കാലം ഇപ്പോൾ മുട്ട ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പാൻ അടുപ്പത്താക്കി ചൂടായ ശേഷം നമ്മുടെ നെയ്യ് ഒന്ന് തൂക്കി കൊടുത്തു. ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു സ്പൂണിനാണ് നെയ്യ് എടുത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മൂന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലേശം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് മുട്ട എത്ര വേണോ എടുക്കാവേ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇടുന്നുണ്ട് കുറച്ച്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കറി മസാല ഒരു ശകലം ഒരു മണത്തിന്, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കുരുമുളകും ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മുടെ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചോറ് വേവിക്കുമ്പോഴത്തേക്കും അതിൽ നെയ്യ് ഒഴിച്ച് വേവിക്കുന്നത് നന്നായിരിക്കും. എല്ലാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. വീട്ടിൽ ബിരിയാണി അരി ഇല്ലെങ്കിലും നമുക്ക് റേഷൻ അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിത് ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇതുള്ളത് കൊണ്ട് എടുത്തു എന്ന് മാത്രം. പക്ഷെ എനിക്കൊന്ന് പണി പാളിയേ, കാരണം റൈസ് കുറച്ചൊന്ന് വെന്ത് പോയായിരുന്നു. അത് കുഴപ്പമില്ല, കാരണം കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും. അത് ചോറൊന്ന് നമുക്ക് തണിയാൻ വെച്ചാൽ മതി. അങ്ങനെ ആയിരിക്കുമ്പോൾ കുറച്ച് തണിയുമ്പോഴത്തേക്കും അത് സെറ്റായി വരും. അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മോനും മോക്കും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ദേവുട്ടി ഇതാ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈസി ലഞ്ച് ബോക്സ് റെഡിയായി. ഇടയ്ക്ക് മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.